ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നീ അത് കറക്റ്റായിട്ട് കേൾക്കണം. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കേട്ടോടാ, പറഞ്ഞ കേട്ടാ ഇവിടെ കേട്ടോന്ന്. ഞാനിത് പറയുന്നത് എനിക്ക് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിക്കുള്ള ഒരാളായിരുന്നു. ഒരു വാക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഭയങ്കര വിക്കായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ പപ്പയും മാമയും കൂടെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടു എന്നെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നാക്കിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു കട്ടിങ് ചെയ്യേണ്ട, ഈ സൈഡിന് കട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിക്ക് മാറും. അപ്പോൾ അന്ന് എനിക്ക് പ്രായം വളരെ ചെറുപ്പമാണ്, ഒരു 10-14 വയസ്സിനെ അകത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ് അത് അങ്ങനെ ചെയ്യണ്ട, ആൾ അത് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ വിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതിന് വലിയ നെല്ലിക്ക വല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ ഇടണം. നല്ല രീതിയിൽ കൂടെ നാക്ക് ഇങ്ങനെ വലിച്ചു വിടണം. ഇങ്ങനെ വലിയുന്നതനുസരിച്ച് അത് മാറിക്കിട്ടും. പിന്നെ അത് നല്ല ഉച്ചത്തിൽ പാടണം, ഉച്ചത്തിൽ സംസാരിക്കണം. അപ്പോൾ ഇത് ഞാൻ ശീലിച്ചു. അപ്പോൾ എൻ്റെ സംസാരം സാധാരണ നോർമൽ ആൾക്കാർ സംസാരിക്കുന്നതിനേക്കാളും ഞാൻ ഉച്ചത്തിലായി. അങ്ങനെ ഞാൻ പറഞ്ഞത് അത് ശീലിച്ച് വന്നതിൻ്റെ കുഴപ്പമായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സമയമായിരുന്നു ഈ വിക്കുള്ള സമയം. പക്ഷേ അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് സംസാരിക്കാൻ എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വിക്ക് ഉണ്ടായിരുന്ന സമയവും ഇപ്പോൾ വിക്കില്ലാത്ത സമയവും അത് എങ്ങനെയാണ് മാറിയത്, അത് മാറുന്നതിന് ഞാൻ പ്രത്യേക ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തില്ല, മരുന്ന് കഴിച്ചില്ല. ഡോക്ടർ പറഞ്ഞ കണക്ക് നാക്കിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വെട്ടിവിട്ടില്ല. നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ ഉച്ചത്തിൽ പാടുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് എനിക്കത് മാറിക്കിട്ടിയത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി. അപ്പോൾ അത് എൻ്റെ മകനും കൊച്ചിലെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി. അത് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എൻ്റെ വേറെ അറിയാവുന്ന 2 പേർക്ക് ഇതുവരെ മാറിയിട്ടില്ല. കാര്യം അവർ അതിനു വേണ്ടിയൊന്നും ശ്രമിച്ചിട്ടില്ല. ഇപ്പം വിക്കുള്ള ആണായാലും പെണ്ണായാലും കൊച്ചുമക്കൾ ഇതുമാതിരി ഈ അവരുടെ സൗണ്ട് കൂട്ടണം, നാക്കിലിനെ എക്സസൈസ് ചെയ്യണം, ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. പിന്നെ നല്ല ഉറച്ച പാടണം, വല്ലയൊക്കെ നല്ല അങ്ങനെയൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് അത് മാറും. അത് മാറിയതിന് ശേഷം എനിക്ക് ഈ പെട്ടെന്നിങ്ങനെ ആരോട് സംസാരിക്കുമ്പോഴത്തേക്ക് ദേഷ്യം വരാറില്ല. പെട്ടെന്ന് തന്നെ ഒച്ച വളരെ കൂടുതലാണ്. അത് കുഞ്ഞിലെ മുതലേ ഞാൻ ശീലിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു കൺട്രോള്. പലപ്പോഴും ആരും സംസാരിക്കുമ്പോൾ എല്ലാവരെക്കാളും ഉച്ചത്തിലൊരു സംസാരം വരുന്ന കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ ഈ വിക്ക് മാറാൻ വേണ്ടി നമ്മൾ വിചാരിച്ചാൽ മാത്രം സാധിക്കും. ഒരു വ്യക്തി വിചാരിച്ചാൽ ഒന്നും വേണ്ട, ഒരു തരത്തിലുള്ള മരുന്നുകളും വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് മാറും. ഇത് എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ വലിയ വിക്കൊന്നും എനിക്കില്ല, വിക്കില്ല, അങ്ങനെ പോവുകയാണ്.